തിരിച്ചുവരാം. ദമാമിൽ നിന്ന് ഉംറയ്ക്ക് പുറപ്പെട്ട മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. കൊല്ലം ചവറ സ്വദേശി മുസമ്മിൽ, വാഹനം ഓടിച്ചിരുന്ന കായംകുളം സ്വദേശി നാദിർ ഷാ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വിവരങ്ങളുമായി റബീഹ് മുഹമ്മദ് ചേരുന്നു. റബീഹ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഹുസ്ന, ദമാമിൽ നിന്നും 8 പേർ സഞ്ചരിച്ച വാഹനമാണ് ഇന്ന് 5 മണിയോടുകൂടി മക്കയിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ അകലെ കുലൈസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച ദമാമിൽ നിന്നും ഉംറക്കും അതുപോലെ തന്നെ മദീന സന്ദർശനത്തിനു വേണ്ടി പുറപ്പെട്ടതായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ദമാമിൽ നിന്ന് പുറപ്പെട്ട സംഘം ഇന്നലെ രാത്രിയോടുകൂടിയാണ് രാത്രി തറാവീഹ് നമസ്കാരം കഴിഞ്ഞാണ് മദീനയിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചത്. പുലർച്ചെ അത്താഴവും അതുപോലെ തന്നെ സുബഹ് നമസ്കാരവും കഴിഞ്ഞ് ഹൈവേയിലൂടെ സഞ്ചരിക്കെ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉറങ്ങിയപ്പോൾ മരുഭൂമിയിലേക്ക് വാഹനം പോവുകയും പെട്ടെന്ന് തന്നെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയപ്പോൾ വാഹനം മറിയുകയാണ് ഉണ്ടായതെന്നാണ് അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ നമ്മൾ പറഞ്ഞത്. 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. അതിൽ ഒരാൾ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് 3 ആഴ്ച മുമ്പ് മാത്രമാണ് നാട്ടിൽ നിന്നും ദമാമിൽ ജോലിക്കായി എത്തിയത്. അദ്ദേഹത്തിന്റെ സഹോദരനും ഈ സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പരിക്കുകളോട് രക്ഷപ്പെട്ടു. അപകടത്തിൽ മറ്റ് 6 പേർക്കും പരിക്കേറ്റിരുന്നു. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. അദ്ദേഹത്തെ മക്കയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. മരിച്ച രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ മക്കയിൽ ഖബറെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി റബീഹ്, ദമാമിൽ നിന്ന് ഉംറയ്ക്ക് പുറപ്പെട്ട വാഹനം അപകടത്തിൽപ്പെട്ട് 2 മലയാളികൾ മരിച്ചിരിക്കുന്നു. റബീഹ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.